കേരളത്തിന്റെ വ്യാവസായിക കേന്ദ്രമായ എറണാകുളം ജില്ലയിൽ ധാരാളം കർഷകർ കൃഷി ചെയ്തു വരുന്നുണ്ട്. ആലുവയ്ക്കടുത്ത് ചൂർണിക്കര പഞ്ചായത്തിൽ മുട്ടം എന്ന സ്ഥലത്തെ ഒരു ഹൈടെക് കർഷകനാണ് ഫൈസൽ. ഒരു സ്വകാര്യ ചാനലിൽ ടെക്നീഷ്യനാണ് ഇദ്ദേഹം. തന്റെ വീടിനോട് ചേർന്നുള്ള 15 സെന്റ് സ്ഥലത്താണ് ഈ അക്വാപോണിക്സ് രീതിയിൽ മത്സ്യവും പച്ചക്കറിയും കൂടി കൃഷി ചെയ്തിരിക്കുന്നത്. വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടെ മത്സ്യകൃഷി ചെയ്തിരിക്കുന്നത്. അക്വാപോണിക്സിന്റെ ആലുവ മോഡൽ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ കൃഷിയിടം മറ്റു പല കർഷകർക്കും പ്രചോദനമാകാറുണ്ട്. ഈ രീതിയിൽ കൃഷി തുടങ്ങിയിട്ട് 2 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. 7 മീറ്റർ നീളത്തിലും 6 മീറ്റർ വീതിയിലും 6 അടി താഴ്ചയിലും ഒരു കുഴിയെടുത്ത് അത് പടുതാക്കുളമായി മാറ്റി. 80,000 ലിറ്റർ വെള്ളം കൊള്ളാൻ ശേഷിയുള്ളതാണ് ഈ പടുതാക്കുളം. ഹൈദരാബാദിലുള്ള രാജീവ് ഗാന്ധി അക്വാകൾച്ചർ സെന്ററിൽ നിന്ന് മീൻ കുഞ്ഞുങ്ങളെ നേരിട്ട് വാങ്ങുന്നു. അതിനുള്ള ലൈസൻസും ഇദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ട്. ഓക്സിജൻ നിറച്ച കവറിൽ വെള്ളത്തിലിട്ട് ഇവിടെ കൊണ്ടുവന്ന് വളർത്തുകയാണ് ചെയ്യുന്നത്. ഒരു കുഞ്ഞിന് 3 രൂപയ്ക്ക് അവിടെ ലഭിക്കും. തുടക്കത്തിൽ പ്രോട്ടീൻ കണ്ടൻസ് ഉള്ള സ്റ്റാർട്ടർ 1 മാസം കൊടുക്കും. അത് കഴിഞ്ഞ് 0.8 മില്ലിമീറ്റർ വലിപ്പമുള്ളത് കൊടുക്കും. പിന്നെ 1.2 മില്ലിമീറ്റർ, 2.5 മില്ലിമീറ്റർ, 4 മില്ലിമീറ്റർ വരെയുള്ള തീറ്റകൾ വളർച്ച അനുസരിച്ച് നൽകാറുണ്ട്. സ്റ്റാർട്ടർ കൊടുക്കുന്ന സമയത്ത് മീൻ കുഞ്ഞുങ്ങൾ ഇതിലായിരിക്കും. അത് കഴിഞ്ഞാണ് കുളത്തിലേക്ക് മാറ്റുന്നത്. കൃഷിയോടുള്ളൊരു താല്പര്യം കൊണ്ടാണ് ഈ അക്വാപോണിക്സ് എന്ന് പറഞ്ഞ പുതിയ ആധുനിക കൃഷി രീതിയിലേക്ക് തിരിയാൻ കാരണം. സ്ഥലപരിമിതിയുള്ള നമ്മുടെ കേരളത്തിൽ ഏറ്റവും എളുപ്പം ചെയ്യാനും ലാഭകരമായിട്ടുള്ളൊരു കൃഷി രീതിയാണ് അക്വാപോണിക്സ്. എൻ്റെ ഈ ഫാം നിൽക്കുന്നത് ഒരു 10 സെൻറ്റിലാണ്. ഈ 10 സെൻറ്റിനകത്ത് ഒരു 80,000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു പോണ്ടും അതിനോടനുബന്ധിച്ച് ഫിൽട്രേഷന് വേണ്ടിയുള്ള ഒരു 10 ഗ്രോ ബെഡുമാണ് നമ്മുടെ ഫാമിൽ ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് ഒരു 2 വർഷത്തോളം ഞാൻ പല രീതിയിലും അന്വേഷണങ്ങൾ നടത്തിയതിന് ശേഷമാണ് ഈ ഫാം തുടങ്ങാൻ തന്നെ കാരണം. ആദ്യം ഒരു 80,000 ലിറ്ററിൻ്റെ ഒരു കുളം താത്തിയതിന് ശേഷം അതിനകത്ത് 10 ഇഞ്ച് വലിപ്പമുള്ള പൈപ്പിൻ്റെ പാത്തി ഒരു 15 എണ്ണം നിരത്തി വെച്ച് അതിനകത്ത് മെറ്റൽ നിറച്ച് അതിൽ പച്ചക്കറി വളർത്തി അത് സക്സസ് ആണെന്ന് മനസ്സിലായതിന് ശേഷമാണ് 10 ഗ്രോ ബെഡ് ഞാൻ പണിയാൻ താല്പര്യം കാണിച്ചത്. അതിനകത്ത് 14 ലോഡ് മെറ്റൽ നിറച്ച് ഇട്ട് അതിനകത്ത് പച്ചക്കറി വളർത്തി അതിലൂടെയാണ് ഫിൽട്രേഷൻ നമ്മുടെ കുളത്തിലേക്ക് വരുന്നത്. മീൻ കുളത്തിലെ വെള്ളം നമ്മൾ ശുദ്ധീകരിക്കുന്നത് 1 HP മോട്ടർ വെച്ച് അതൊരു IBC ടാങ്ക് 1000 ലിറ്ററിൻ്റെ ഒരു ടാങ്ക് നമ്മൾ മുകളിൽ സെറ്റ് ചെയ്ത് അതിനകത്തേക്ക് വെള്ളം പമ്പ് ചെയ്ത് അതിൽ ഒരു ബയോബോൾസും മറ്റുള്ള ഫിൽട്രേഷനും കഴിഞ്ഞ് റിട്ടേൺ പൈപ്പ് വഴി 10 വാൽവ് വെച്ച് ബെഡിനകത്തേക്ക് വെള്ളം ക്രമീകരിച്ച് ഫുൾ ടൈം അതായത് കണ്ടിന്യൂസ് വെള്ളം വീണുകൊണ്ടിരിക്കും. ആ വെള്ളം പച്ചക്കറിക്ക് ആവശ്യമുള്ള വളം വലിച്ചെടുത്ത് റിട്ടേൺ നേരെ വീണ്ടും കുളത്തിലേക്ക് ചെല്ലുന്ന ശുദ്ധമായിട്ടുള്ള വെള്ളമാണ്. അതായത് ഒരു 2 ഏക്കർ 3 ഏക്കർ പാടത്തോ അല്ലെങ്കിൽ നമ്മളൊരു കെട്ടിലോ വളർത്തുന്ന മത്സ്യമാണ് ഈ പറഞ്ഞ ഈ 80,000 ലിറ്റർ കുളത്തിൽ നമ്മൾ നിക്ഷേപിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥലപരിമിതിയുള്ള ഏതൊരാൾക്കും കേരളത്തിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഹൈടെക് കൃഷി രീതിയാണ് അക്വാപോണിക്സ് എന്ന് പറഞ്ഞാൽ. തീറ്റയായി ചേമ്പില, മുരിങ്ങയില, പയറില, പപ്പായ ഇല തുടങ്ങിയവയും കൊടുക്കാറുണ്ട്. ആഴ്ചയിൽ 2 ദിവസം 2 കിലോ അരിയുടെ ചോറ് വെച്ച് വെള്ളത്തിൽ വിതറിക്കൊടുക്കും. പയറുവർഗ്ഗങ്ങൾ വേസ്റ്റാകുന്നതും കടയിൽ നിന്ന് ശേഖരിച്ച് വേവിച്ചു കൊടുക്കാറുണ്ട്. സാധാരണയായി 6 മാസം കൊണ്ട് 1 കിലോ തൂക്കം വയ്ക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്.
ഇപ്പോൾ ഇവിടെ 6000 ഗിഫ്റ്റ് തിലോപ്പിയാണ് ഈ കുളത്തിൽ വളരുന്നത്. 2 വർഷത്തിനിടയിൽ ഇത് 3ാമത്തെ വിളവെടുപ്പിന് സമയമായിരിക്കുന്നു. ആദ്യം 2000 ആവോലിയും 3000 തിലോപ്പിയായുമായിരുന്നു കൃഷി ചെയ്തിരുന്നത്. 6 മാസം 7 മാസമാകുമ്പോൾ വിളവെടുക്കും. ആദ്യ വിളവെടുപ്പ് ഉത്സവമായി തന്നെ നടന്നു. ചലച്ചിത്ര താരം ഹരിശ്രീ അശോകൻ, അൻവർ സാദത്ത് MLA, പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയവരെല്ലാം ആദ്യ വിളവെടുപ്പിന് സന്നിഹിതരായിരുന്നു. സ്വന്തം ശരീരത്തോടും അല്ലെങ്കിൽ സ്വന്തം മക്കളുടെ ജീവനോടുമുള്ള സ്നേഹവും പേടിയൊക്കെ കാരണം, ഒരു വിഷാംശം കഴിക്കണ്ട എന്നുള്ളൊരു പേടിയൊക്കെ കാരണമാണ് എല്ലാവരും ഇങ്ങനെ തുടങ്ങിയിരിക്കുന്നത്. ഇത് നമുക്ക് പുറത്തുനിന്ന് വരുന്ന വിഷാംശമുള്ള പച്ചക്കറിയിൽ നിന്നൊക്കെ മോചനം കിട്ടാൻ വേണ്ടിയിട്ട് ഇത് എല്ലാവരും ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ടാമത്തെ വിളവെടുപ്പും ആഘോഷമായി തന്നെയാണ് നടന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ പെട്ടെന്ന് രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇവിടെ എപ്പോഴും വെള്ളം ഇളകിക്കൊണ്ടിരിക്കും. കുളത്തിലെ വെള്ളം പമ്പ് ചെയ്ത് ടാങ്കിലെത്തിച്ച് അവിടെ നിന്ന് ഈ വെള്ളം പച്ചക്കറികൾ നട്ടിരിക്കുന്ന ബെഡിലേക്ക് എത്തിക്കുന്നു. ഹൈഡ്രോപോണിക്സ്, അക്വാകൾച്ചർ, ഈ 2 കൃഷിരീതികളെയും സംയോജിപ്പിച്ച് വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു കൃഷിരീതിയാണ് അക്വാപോണിക്സ്. അക്വാപോണിക്സ് കൃഷിരീതിയിൽ മത്സ്യക്കുളത്തിലുള്ള ജലം സസ്യങ്ങൾ വളർത്തുന്ന ഒരു ഗ്രോ ബെഡിലേക്ക് പ്രവഹിപ്പിക്കുന്നു. അവിടെ ബാക്ടീരിയകളുടെ പ്രവർത്തനത്താൽ ആ ജലത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള അമോണിയ എന്ന വാതകം, അമോണിയ എന്നാൽ അതൊരു വിഷലിപ്തമായിട്ടുള്ളൊരു വാതകമാണ്. ആ വാതകത്തെ ബാക്ടീരിയയുടെ പ്രവർത്തനത്താൽ നൈട്രൈറ്റും നൈട്രേറ്റുമായിട്ട് പരിണാമപ്പെടുത്തി നൈട്രേറ്റ് ചെടികളുടെ വളർച്ചയ്ക്കായിട്ട് ഉപയോഗിക്കപ്പെടുന്നു. അങ്ങനെ ആ ബെഡിൽ പോയി തിരിച്ചെത്തുന്ന വെള്ളം ശുചീകരിക്കപ്പെടുന്നു. അങ്ങനെ മത്സ്യക്കുളത്തിലെ വെള്ളത്തിന് നല്ലൊരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നു. നല്ലൊരു ആവാസ വ്യവസ്ഥയിൽ നമുക്ക് മത്സ്യം കൂടുതൽ എണ്ണം വളർത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ ഒരുക്കപ്പെടുകയാണ്. സാധാരണ കൃഷിയിടത്തിൽ 1000 ലിറ്റർ അഥവാ 1 ഘനമീറ്റർ ജലത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്നത് 1/2 കിലോ മത്സ്യം മാത്രമാണ്. എന്നാൽ അക്വാപോണിക്സ് എന്ന റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റം എന്ന ഈ പ്രക്രിയയിൽ കൂടി നമുക്ക് ഈ 1/2 കിലോ മത്സ്യത്തെ 25 കിലോ ആയിട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കുകയാണ്. അതോടൊപ്പം തന്നെ മത്സ്യക്കുളത്തിലെ വിസർജ്യമടങ്ങിയിട്ടുള്ള ജലം നമ്മൾ കൃഷിയിടത്തിലേക്ക്, പച്ചക്കറി കൃഷിയിടത്തിലേക്ക് പ്രവഹിപ്പിക്കുന്ന മൂലം നല്ലൊരു തോതിൽ പച്ചക്കറിയും നമുക്ക് അവിടെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയാണ്. വാസ്തവത്തിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നത് മത്സ്യക്കുളത്തിലെ ജലത്തിനെ നമ്മൾ ശുചീകരിക്കുന്ന പ്രക്രിയയിൽ ഉണ്ടാകുന്ന നൈട്രേറ്റിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഉന്മൂലന പ്രക്രിയയ്ക്ക് ഒപ്പം തന്നെ അത് ചെടികൾക്കുള്ള വളമായിട്ട് വരികയും തികച്ചും ജൈവ രീതിയിൽ നമുക്ക് സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുകയാണ്. 10 ബെഡുകളാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. തറയിൽ നിന്ന് 1.5 അടി പൊക്കി കല്ല് കെട്ടി അതിനകത്ത് 3/4 ഇഞ്ച് മെറ്റൽ നിറച്ചിരിക്കുന്നു. ഈ മെറ്റലിനകത്താണ് വെണ്ട, കുക്കുംബർ, പയർ, പുതിന തുടങ്ങിയവയും വാട്ടർ മോർണിംഗ് ഗ്ലോറി ചീരയും കൃഷി ചെയ്തിരിക്കുന്നത്. ഈ ചീര മീനിന് തീറ്റയായും നൽകാറുണ്ട്. തക്കാളി, കുറ്റിപ്പയർ എന്നിവയും ഒരേ ബെഡിലായി കൃഷി ചെയ്തിരിക്കുന്നു. അക്വാപോണിക്സ് സിസ്റ്റത്തിന്റെ പ്രത്യേകത ഈ ചെടികൾക്ക് വേറെ വളങ്ങൾ ഒന്നും ഇടേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. മീനിന്റെ വിസർജ്യത്തിൽ അടങ്ങിയിരിക്കുന്ന അമോണിയയും വെള്ളവും കൊണ്ട്
ഈ ബെഡുകളിൽ കൃഷി ചെയ്തിരിക്കുന്ന ചെടികളെല്ലാം നന്നായി വളരുകയും നല്ല കായ്ഫലം തരുകയും ചെയ്യുന്നു. ഈ ബെഡിൽ വരുന്ന മീൻകുളത്തിലെ വെള്ളം അരിച്ച് ശുദ്ധീകരിച്ച് വീണ്ടും മീൻകുളത്തിലേക്ക് തന്നെ എത്തിക്കുന്നു. ഈ രീതി പകൽ മുഴുവൻ തുടർന്നുകൊണ്ടിരിക്കും. നമ്മുടെ പഞ്ചായത്തിൻ്റെ 4 അതിരുകളിൽ 3 അതിരും പങ്കിടുന്നത് മുനിസിപ്പാലിറ്റികളാണ്. ഒരു അതിര് മാത്രമേ ഇടത്തല പഞ്ചായത്ത് പങ്കിടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നഗര സ്വഭാവമുള്ള ഒരു പഞ്ചായത്താണ് ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത്. നെൽകൃഷി പണ്ട് കാലങ്ങളിൽ വളരെ വ്യാപകമായ രീതിയിൽ ചെയ്തിരുന്നൊരു പാടശേഖരമുള്ള സമ്പന്നമായിട്ടുള്ള ഒരു പഞ്ചായത്താണ് ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത്. എന്നാൽ ഇന്ന് കാലം മാറി പല മെട്രോ യാർഡ് പോലുള്ള സംവിധാനങ്ങൾ വന്നതോടെ അതോടൊപ്പം തന്നെ പല പ്രശ്നങ്ങളായിട്ട് കേരളം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ നെൽകൃഷിയിൽ നിന്ന് അകന്ന ശേഷം ഇന്ന് കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് നടപ്പാക്കിയിട്ടുള്ള പല പദ്ധതികൾ ഏറ്റെടുക്കുന്നതിലൂടെ പച്ചക്കറി കൃഷിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു മികച്ച പഞ്ചായത്തായിട്ടാണ് ചൂർണിക്കര കൃഷിഭവൻ അല്ലെങ്കിൽ ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. പച്ചക്കറി നട്ടിരിക്കുന്ന ബെഡിൽ നിന്ന് കുഴൽ വഴി അരിച്ച ശുദ്ധമായ വെള്ളം വീണ്ടും കുളത്തിലേക്ക് വീണുകൊണ്ടിരിക്കും. അതുമൂലം വെള്ളത്തിന് ഇളക്കം സംഭവിച്ചുകൊണ്ടും ഇരിക്കും. അതുകൊണ്ട് തന്നെ മറ്റ് രോഗങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. മത്സ്യങ്ങൾക്കുണ്ടാകാറുള്ള ഫംഗസ് രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സിപ്ലോക്സ് 500 മില്ലിഗ്രാം വെള്ളത്തിൽ കലക്കി ഒഴിക്കും. കുളത്തിലെ വെള്ളം അളവ് കുറച്ച് 10,000 ലിറ്ററിന് 2 സിപ്ലോക്സ് എന്ന കണക്കിനാണ് കലക്കി ഒഴിക്കുന്നത്. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സമ്മതപത്രപ്രകാരം ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ഒരു യൂണിറ്റിന് 2 രൂപ നിരക്കിൽ വൈദ്യുതി ലഭിക്കുന്നുണ്ട്. ഒരു വിളവെടുപ്പ് കാലത്തിനുള്ളിൽ 7,000 മുതൽ 8,000 വരെ കറണ്ട് ചാർജ് കൊടുക്കേണ്ടി വരാറുണ്ട് എന്നാണ് ഫൈസൽ പറയുന്നത്. ഈ പഞ്ചായത്തിലെ മികച്ച കർഷകരിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെടുകയും അവാർഡ് ലഭിക്കുകയും ചെയ്തിട്ടുള്ള ഫൈസൽ അക്വാപോണിക് രീതിയിലുള്ള കൃഷി, മത്സ്യവും അതോടൊപ്പം തന്നെ അതിൽ നിന്ന് ഉണ്ടാവുന്ന അവശിഷ്ടങ്ങൾ വളമായി ഉപയോഗിച്ചുകൊണ്ട് ജൈവ പച്ചക്കറി കൃഷിയും ചെയ്യുക എന്ന രീതിയാണ് ഇവിടെ അവലംബിച്ചിട്ടുള്ളത്. ഇതൊരു മാതൃകാപരമായിട്ടുള്ള കൃഷി എന്നുള്ള നിലയിൽ തന്നെ അംഗീകരിച്ചുകൊണ്ട് പഞ്ചായത്ത് കൃഷിഭവൻ ഗവൺമെൻറ്റിലേക്ക് ഒരു പ്രൊജക്റ്റ് തന്നെ നൽകുകയും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് പരിശോധിച്ച് തൃപ്തികരമായി അവർക്ക് തോന്നിയതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ സബ്സിഡി ഏറ്റവും ഉയർന്ന തുകയായിട്ടുള്ള 2.5 ലക്ഷം രൂപ തന്നെ ഫൈസലിൻ്റെ ഈ കൃഷി രീതിക്ക് ഒരു സമ്മാനമായിട്ട് പ്രോത്സാഹനമായിട്ട് നൽകുകയുണ്ടായി. ഈ കൃഷി ചെയ്യുന്നതാണെങ്കിലും ഒരു സ്ഥിരമുള്ള തടാകമല്ല. ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പടുത വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള കുളം, ആ പടുതക്കുളത്തിൽ 3 തട്ടുകളിലായിട്ടുള്ള മത്സ്യങ്ങൾ, അടിത്തട്ടിലും അതിന് മുകളിലും ഏറ്റവും ഉപരിതലത്തിലുമായിട്ട് കഴിയുന്ന മത്സ്യങ്ങളെ പ്രത്യേകമായി തന്നെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് തുനിഞ്ഞതിലൂടെ ആ എല്ലാ നിലയിലുമുള്ള മത്സ്യങ്ങൾ, ഒട്ടേറെ തരത്തിലുള്ള മത്സ്യങ്ങൾ, നല്ല വിളവെടുപ്പിനുള്ള ഒരു സൗകര്യമുണ്ടായി. വിളവെടുപ്പും വലിയ ഒരു ഉത്സവമായിട്ട് തന്നെയാണ് നടത്തിയത്. സിനിമാ നടൻ ഹരിശ്രീ അശോകൻ വന്നുകൊണ്ടാണ് ആദ്യത്തെ വിളവെടുപ്പ് നടത്തിയത്. അത് വളരെ തൃപ്തികരമായിട്ടാണ് എല്ലാവർക്കും അനുഭവപ്പെട്ടത്. അന്ന് നല്ല മികച്ച ഒരു വിളവ് തന്നെ. ഇതിൽ നിന്ന് ഫൈസൽ മുടക്കിയ മുടക്കുമുതൽ നല്ല നിലയിൽ തന്നെ ലാഭത്തോടു കൂടി തിരിച്ചു കിട്ടും എന്ന ഒരു ബോധ്യമാണ് എല്ലാവർക്കും ഉണ്ടായത്. ഇവിടുത്തെ പച്ചക്കറി തൈ സ്വന്തമായി ഉൽപ്പാദിപ്പിച്ചെടുത്താണ് നടുന്നത്. ഹൈബ്രിഡ് കുരു വാങ്ങി പ്രത്യേകതരം ട്രേയിൽ മണ്ണിര കമ്പോസ്റ്റും ചകിരിച്ചോറും കൂടി കുഴച്ച് നിറയ്ക്കുന്നു. അതിലേക്കാണ് ഓരോ വിത്ത് വീതം വെച്ചു കൊടുക്കുന്നത്. ഒരാഴ്ച കൊണ്ട് മുളച്ചു പൊങ്ങി വരും. 10 ദിവസം കഴിയുമ്പോൾ ചുവട്ടിലെ മണ്ണോട് കൂടി എടുത്ത് ബെഡിലേക്ക് നടുകയാണ് ചെയ്യുന്നത്.
റെഡ് ലേഡി പപ്പായയും ഈ ബെഡിൽ കായ്ച്ചു നിന്നിരുന്നു. കാറ്റ് പിടിച്ചു തുടങ്ങിയപ്പോൾ ഇറക്കി താഴേക്ക് വെച്ചിരിക്കുന്നു. ഇതും നല്ലതുപോലെ കായ്ക്കുന്നുണ്ട്. ഒരു ബെഡിൽ വാട്ടർ മോർണിംഗ് ഗ്ലോറി ചീര കൃഷി ചെയ്തിരിക്കുന്നു. മറ്റൊന്നിൽ തക്കാളിയും കായ്ച്ചു നിൽക്കുന്നു. കുറ്റിപ്പയറും കൃഷി ചെയ്തിട്ടുണ്ട്. പൂത്തു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവയെല്ലാം 6 മാസം കഴിയുമ്പോൾ വിള മാറ്റി നട്ടുകൊണ്ടിരിക്കും. രണ്ട് ബെഡിൽ പുതിയനയും കൃഷി ചെയ്തിരിക്കുന്നു. ബെഡിന് ചുറ്റുമായി കുറച്ച് ഫലവൃക്ഷ ചെടികളും കൃഷി ചെയ്തിട്ടുണ്ട്. മാതളം, റംബൂട്ടാൻ, മാംഗോസ്റ്റീൻ തുടങ്ങിയവയും ഞാവൽ, അൽഫോൺസ മാവ് ഇവയും ഇവിടെ വളരുന്നു. ഇവിടെ ഇതുവരെ മീനും പച്ചക്കറിയും ഒന്നും മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് ഫൈസൽ പറയുന്നത്. മീനിൽ പോലും മായം ചേർക്കുന്ന ഈ കാലത്ത് ആവശ്യക്കാർ വരുമ്പോൾ ഉടൻ വലയിട്ട് പിടിച്ചു കൊടുക്കുന്നു എന്നത് തന്നെ ഇവിടുത്തെ ആകർഷണവും അതിലൂടെ വാങ്ങുന്നവർക്ക് സംതൃപ്തിയും നൽകുന്നു. ഫൈസൽ പാലക്കൽ എന്ന കർഷകന്റെ പ്രവർത്തന മികവിന് കൃഷിവകുപ്പിന്റെ 2016 മികച്ച കർഷകനായി തെരഞ്ഞെടുത്ത് ആദരിച്ചു. ധാരാളം മറ്റ് അവാർഡുകളും ഇദ്ദേഹത്തെ തേടിയെത്തി. വേറെ ജോലി ഉണ്ടായിരുന്നിട്ടും പരിമിതമായ ഈ സ്ഥല സൗകര്യത്തിലും കൃഷിയിലൂടെ കാണിക്കുന്ന മികവ് മറ്റു കർഷകർക്കും മാതൃകയാക്കാവുന്നതാണ് എന്നതിന് ഒരു സംശയവുമില്ല. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സാധാരണക്കാരുടെ സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾക്ക് അവാർഡ്. മണ്ണുത്തി വൈറ്റ് പുതിയ ഇനം പന്നി. ഹൈടെക് കൃഷിയിൽ പരിശീലനം. വിശദമായ വാർത്തകളിലേക്ക്. ഭാരതീയ ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ നാഷണൽ ഇന്നൊവേഷൻ ഫൗണ്ടേഷൻ ഹണി ബി നെറ്റ്വർക്കിന്റെ സഹകരണത്തോടെ നടത്തുന്ന സാധാരണക്കാരുടെ കണ്ടുപിടുത്തങ്ങൾക്കും വേറിട്ട പാരമ്പര്യ അറിവുകൾക്കുമുള്ള 10ാമത് ദേശീയ മത്സരത്തിന് അപേക്ഷകൾ ക്ഷണിച്ചു. ഗ്രാമീണ നഗര മേഖലകളിലെ വ്യക്തികൾ, കർഷകർ, കൈത്തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, വർക്ക്ഷോപ്പ് മെക്കാനിക്കുകൾ, ചേരി നിവാസികൾ, സ്ത്രീകൾ, നാട്ടുകൂട്ടങ്ങൾ, മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എന്നിവർക്ക് അപേക്ഷിക്കാം. കാർഷികേതര പ്രവർത്തനങ്ങൾക്ക് ഉപയുക്തമാകുന്ന യന്ത്രങ്ങൾ, ഉൽപ്പന്നങ്ങൾ, നിർമ്മാണ രീതികൾ, ഊർജ്ജ സംരക്ഷണം, മനുഷ്യപ്രയത്നം കുറയ്ക്കുന്നതിനുള്ള യന്ത്രങ്ങൾ, സസ്യ ഇനങ്ങൾ, സസ്യങ്ങളുടെ വിവിധ ഉപയോഗം, മൃഗപരിപാലനം എന്നിവയിൽ ഏതുമാകാം കണ്ടുപിടുത്തങ്ങൾ.
സ്ത്രീകളുടെ കണ്ടുപിടുത്തങ്ങൾക്കും വികലാംഗരുടെ കണ്ടുപിടുത്തങ്ങൾക്കും പ്രത്യേക അവാർഡ് നൽകും. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി മാർച്ച് 10. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0486 9232 മറ്റൊരു നമ്പർ 9496 82177. വെബ്സൈറ്റ് pdsland2lab.org. വിലാസം NIF കോർഡിനേറ്റർ പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റി, പീരുമേട്, PB നമ്പർ 2, ഇടുക്കി, പിൻ 685631. ക്ഷീരവികസന വകുപ്പ് തിരുവനന്തപുരം ജില്ലയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ ക്ഷീര കർഷക സംഗമം 2016-17 സംഘടിപ്പിക്കുന്നു. നേമം ബ്ലോക്കിൽ മാറനെല്ലൂർ ക്ഷീര കോപ്പറേറ്റീവ് ഡയറിയുടെ നേതൃത്വത്തിലാണ് പരിപാടി. ഇന്നു മുതൽ 15 വരെ ക്ഷീര കർഷക സംഗമവും മാറനെല്ലൂർ മേളയും നടത്തുന്നതാണ്. മണ്ണുത്തി വെറ്ററിനറി സർവകലാശാലയിൽ പുതിയ സങ്കര ഇനം പന്നികളെ വികസിപ്പിച്ചു. മണ്ണുത്തി വൈറ്റ് എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ ഇനത്തെ 6 വർഷത്തെ ഗവേഷണ ഫലമായാണ് പുറത്തിറക്കിയത്. വിദേശ ജനുസായ ലാർജ് വൈറ്റ് യോർക്ക് ഷെയർ 75%, കേരളത്തിന്റെ തനത് ജനുസായ അങ്കമാലി പന്നിയുടെ 25% കൂട്ടിച്ചേർത്താണ് ജനിതക മേന്മയുള്ള പുതിയ ഇനം സൃഷ്ടിച്ചത്. വെള്ള നിറത്തിൽ കറുത്ത പുള്ളികളോട് കൂടിയ ഇവയ്ക്ക് ഒരു പ്രസവത്തിൽ 10 പന്നിക്കുഞ്ഞുങ്ങൾ വരെ ലഭിക്കും. കൂടാതെ 66.25% ഇറച്ചിയും ലഭിക്കും. കുടപ്പനക്കുന്ന് കൃഷിഭവൻ 2008 മുതൽ നടപ്പിലാക്കി വരുന്ന കാർഷിക കർമ്മസേന പദ്ധതിയുടെ ഭാഗമായുള്ള കാർഷിക കർമ്മസേന ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ നിർവഹിച്ചു. ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് രാഖി രഘുകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഇതിനോടനുബന്ധിച്ച് 3 ദിവസത്തെ കാർഷിക പ്രദർശന വിപണന മേളയും സംഘടിപ്പിച്ചിട്ടുണ്ട്. കെട്ടിടങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. സർക്കാർ ധാരാളം കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ധാരാളം കെട്ടിടം ഉണ്ടാക്കുന്നില്ല, കാര്യങ്ങൾ ഉപയോഗിക്കുക എന്നതാണ്. ഇവരിപ്പോൾ മെഷീനറി വേണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ കുറെ മെഷീനറികൾ ആവശ്യമാണ്. തീർച്ചയായിട്ടും ഗവൺമെന്റ് അത് ഗൗരവമായി തന്നെ പരിഗണിച്ചുകൊണ്ട് ഈ കാർഷിക കർമ്മസേന അടക്കമുള്ള കർമ്മസേനകൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ രീതിയിലുമുള്ള സപ്പോർട്ട് ഗവൺമെന്റ് ഭാഗത്ത് തുടർന്നുണ്ടാകും. നന്നായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എന്റെ വിനീതമായ നമസ്കാരം. തൃശൂർ, എറണാകുളം ജില്ലകളിലെ കർഷകർക്കായി കൃഷിവകുപ്പ് ഹൈടെക് അഗ്രികൾച്ചർ എന്ന വിഷയത്തിൽ സൗജന്യ പരിശീലനം നൽകുന്നു. നെട്ടൂർ RATTCയിൽ ഈ മാസം 13 മുതൽ 15 വരെയാണ് പരിശീലനം. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 30 പേർക്കാണ് പ്രവേശനം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറുകൾ 0484 2 703 838, മറ്റൊരു നമ്പർ 0484 2 703 094. തിരുവനന്തപുരം ജില്ലയിലെ വാഴ കർഷകർക്കും മരിച്ചീനി കർഷകർക്കും പ്രധാനമന്ത്രി വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാം. പദ്ധതിയിൽ ചേരാനുള്ള അവസാന തീയതി ഈ മാസം 28. ഇതിന്റെ വിശദവിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അറിയിച്ചു. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കിൻഡലിന് കൊച്ചിയിൽ 13,500 രൂപ, കോഴിക്കോട് 14,500 രൂപ, തൃശൂർ 13,500 രൂപ. കൊപ്ര കൊച്ചി 9,080 രൂപ, കോഴിക്കോട് 9,200 രൂപ, തൃശൂർ 9,090 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 60,500 രൂപ, ഗാബിൾഡ് 63,500 രൂപ. ചുക്ക് മീഡിയം 13,500 രൂപ, ബെസ്റ്റ് 14,500 രൂപ. മഞ്ഞൾ സേലം 9,600 രൂപ, ഈറോഡ് 9,800 രൂപ. അടയ്ക്ക പഴയത് 19,000 രൂപ മുതൽ 20,000 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 15,100 രൂപ, RSS 4 ഗ്രേഡ് 15,900 രൂപ. കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 15,100 രൂപ, RSS 4 ഗ്രേഡ് 16,000 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ വെളിച്ചെണ്ണ ക്വിൻ്റലിന് 13,500 രൂപ, കൊപ്ര 9,080 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,300 രൂപ, റോട്ടറി 2,700 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 60,500 രൂപ, ഗാബിൾഡ് 63,500 രൂപ. ചുക്ക് മീഡിയം 13,500 രൂപ, ബെസ്റ്റ് 14,500 രൂപ. മഞ്ഞൾ നാടൻ 11,500 രൂപ, അടയ്ക്ക പുതിയത് 16,000 രൂപ മുതൽ 18,000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 250 രൂപ മുതൽ 275 രൂപ വരെ.
തൊണ്ടില്ലാത്തത് 440 രൂപ മുതൽ 470 രൂപ വരെ. ജാതിപത്രി മഞ്ഞ ചുവപ്പ് 550 രൂപ മുതൽ 600 രൂപ വരെ. ഗ്രാമ്പൂ 770 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 15,100 രൂപ. RSS 4ാം ഗ്രേഡ് 15,900 രൂപ. ഒട്ടുപാൽ 10,700 രൂപ. ലാറ്റക്സ് 10,000 രൂപ. രാജ്യാന്തര വിപണിയിൽ ഇന്ത്യൻ കുരുമുളക് വില 4 അക്കത്തിലേക്ക് താഴ്ന്നത് വിദേശ കച്ചവടങ്ങൾക്ക് സാഹചര്യമൊരുക്കുമെന്ന പ്രതീക്ഷയിലാണ് കയറ്റുമതിക്കാർ. കാർഷിക മേഖലകളിൽ നിന്ന് നിത്യേന 50 ടൺ കുരുമുളക് വിൽപ്പനയ്ക്കെത്തുന്നുണ്ട്. അൺഗാബിൾഡ് കുരുമുളക് 60,500 രൂപ. കേരളത്തിലും തമിഴ്നാട്ടിലും പുതിയ കൊപ്രയുടെ ലഭ്യത ശക്തി ആർജിച്ചു. മില്ലുകാർ വില ഇടിച്ചാണ് കൊപ്ര ശേഖരിച്ചതെങ്കിലും വെളിച്ചെണ്ണ വിലയിൽ അവർ മാറ്റം വരുത്തിയില്ല. കോഴിക്കോട് കൊപ്ര വില 9,150 ഇടിഞ്ഞപ്പോൾ വെളിച്ചെണ്ണ 14,500 തുടരുന്നു. കുമളിയിൽ നടന്ന ഏലക്ക ലേലത്തിൽ 67,316 കിലോ ചരക്ക് കൈമാറി. വലിപ്പം കൂടിയ ഏലക്ക കിലോ 1,504 രൂപയിലും ശരാശരി ഇനങ്ങൾ 1,367 രൂപയിലുമാണ്. കയറ്റുമതിക്കാർ ഏലക്കയിൽ താൽപര്യം നിലനിർത്തി. സംസ്ഥാനത്തെ പ്രമുഖ വിപണികളിൽ റബ്ബർ വിലയിൽ കാര്യമായ വ്യതിയാനമില്ലാതെ ഇടപാടുകൾ നടന്നു. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24. കോഴിക്കോട് 33.4 24. കൊച്ചി 35 21.8. ആലപ്പുഴ 33 23.9. പുനലൂർ 36.2 19.5. തിരുവനന്തപുരം 34.1 22.2 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.